പമ്പിംഗ് സബ്സിഡി നഷ്ടപ്പെടുത്തിയതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട നിയമ നടപടിക്കൊരുങ്ങി കർഷക കോൺഗ്രസ്. പമ്പിംഗ് സബ്സിഡി പാടശേഖര സമിതികൾ വഴി വിതരണം ചെയ്യാതെ കർഷകർക്ക് നേരിട്ട് നൽകണമെന്നും കർഷക കോൺഗ്രസ്. പൊന്നാനി കോളിലെ ഏറ്റവും വലിയ പാടശേഖരമായ കോലത്തുപാടം കോൾ കർഷകരാണ് അർഹതപ്പെട്ട പമ്പിംഗ് സബ്സിഡി ലഭിക്കുന്നതിന് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. 2015 മുതൽ 22 വരെയുള്ള 7 വർഷത്തെ പമ്പിംഗ് സബ്സിഡിയാണ് ഇവിടുത്തെ കർഷകർക്ക് നഷ്ടമായത്. കോൾ മേഖലയിലെ എല്ലാ ആനുകൂല്യങ്ങളും കർഷകർക്ക് നേരിട്ടാണ് നൽകുന്നത്. എന്നാൽ പമ്പിംഗ് സബ്സിഡി നൽകുന്നത് ഇടനിലക്കാരായ പാടശേഖര സമിതികൾ വഴിയാണ്. ആവശ്യമായ രേഖകൾ സമർപ്പിക്കേണ്ടതും പാടശേഖര സമിതികളാണ്. ഈ പാടശേഖര സമിതി യഥാസമയം രേഖകൾ നൽകാത്തതിനാലാണ് പമ്പിംഗ് സബ്സിഡി നഷ്ടപ്പെടാൻ കാരണമായത്. തൃശൂർ പുഞ്ച സ്പെഷ്യൽ ഓഫീസർ തന്നെയാണ് ഇക്കാര്യം കർഷകരെ അറിയിച്ചത്. പരാതികൾ നൽകിയില്ലെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. 88 ലക്ഷം രൂപയാണ് ഈ ഇനത്തിൽ നഷ്ടപ്പെട്ടത്. സർക്കാർ സൗജന്യമായി നൽകുന്ന നെൽവിത്ത് ഏറ്റെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുന്നതിന് പമ്പിംഗ് ചാർജ് എന്ന പേരിൽ പണപ്പിരിവ് നടത്തുന്നതായും കർഷകർ പറയുന്നു. പൊന്നാനി കോൾ മേഖലയിലെ ഏറ്റവും വലിയ പാടശേഖരമാണ് ആലങ്കോട്, നന്നമ്പുക്ക്, എടപ്പാൾ കൃഷിഭവന്റെ കീഴിൽ ഉള്ള കോലത്തുപാടം കൊൾപ്പടവ്. ഇവിടെ ഏകദേശം 658 ഏക്കർ വിസ്തീർണം, 650ഓളം കർഷകരും 2015-16 മുതൽ 2021-22 വരെ ഈ കോൾ മേഖലയിലെ ഈ പാടശേഖരത്തെ 650ഓളം കർഷകർക്ക് ലഭിക്കേണ്ട പമ്പിംഗ് സബ്സിഡി കൃഷി ഉദ്യോഗസ്ഥന്മാരുടെയും കോൾ കൃഷി കമ്മിറ്റിയുടെയും അനാസ്ഥ മൂലം നഷ്ടപ്പെട്ടു. 88 ലക്ഷം രൂപ. നിരവധി സമരങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി 2022-23 2023-24 ബേസിക് രജിസ്റ്റർ, അതുപോലെ തന്നെ എ ഫോറം ബി ഫോറം കോൾ കൃഷി കമ്മിറ്റി കഴിഞ്ഞ 2 വർഷമായി 2022-ലും 23-ലും 24-ലുമായി സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 24 ലക്ഷം രൂപ അവിടെ പാസ്സായിട്ടുണ്ട്. ഈ പമ്പിംഗ് സബ്സിഡി തുക കർഷകർക്ക് നേരിട്ട് വിതരണം ചെയ്യണം. അതുപോലെ തന്നെ 88 ലക്ഷം രൂപ 7 വർഷത്തെ പമ്പിംഗ് സബ്സിഡി നഷ്ടപ്പെടുത്തിയ കോൾ കൃഷി കമ്മിറ്റിയുടെ അനാസ്ഥയും കൃഷി ഓഫീസർമാരെ ഇതിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയും വിശദമായി അന്വേഷിക്കണമെന്നും ഇത് നൽകുന്ന കർഷകർക്ക് അവകാശപ്പെട്ടതാണ് പമ്പിംഗ് സബ്സിഡി. വാർഷിക പൊതുയോഗങ്ങൾ വിളിക്കുന്നതിനും സമിതികൾ വേണ്ടത്ര താൽപര്യം പ്രകടിപ്പിക്കുന്നില്ലെന്നും കർഷകർ ആരോപിച്ചു. ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടിയെടുക്കണമെന്നും കർഷകർക്ക് നഷ്ടപ്പെട്ട തുക നൽകണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്ന് കർഷക കോൺഗ്രസ് നേതാക്കളായ ശ്രീകുമാർ പെരുമുക്ക്, കമറുദ്ദീൻ, കൃഷ്ണൻ നായർ, അബ്ദുള്ളക്കുട്ടി എന്നിവർ അറിയിച്ചു. NCV ന്യൂസ് എടപ്പാൾ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.